സെക്രട്ടേറിയറ്റിനു മുന്നിൽ പ്ലാവിലത്തൊപ്പി അണിഞ്ഞ് വനിതാ CPO റാങ്ക് ലിസ്റ്റുകാരുടെ പ്രതിഷേധം. ഉദ്യോഗാർത്ഥികൾ നിരനിരയായി കൈകാലുകൾ പരസ്പരം ബന്ധിച്ചാണ് പ്രതിഷേധിച്ചത്. അനിശ്ചിതകാല നിരാഹാര സമരം 6ാം ദിവസത്തിലേക്ക് കടന്നിട്ടും സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കാത്തതിൽ ആയിരുന്നു പ്രതിഷേധം. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ 12 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കാക്കിത്തൊപ്പി അണിയാൻ സ്വപ്നം കണ്ടവരാണിവർ. പക്ഷേ പ്ലാവിലെ തൊപ്പി അണിഞ്ഞ് പ്രതിഷേധിക്കാനായിരുന്നു വിധി. ഞങ്ങളുടെ അവസരങ്ങൾ പൂട്ടിക്കെട്ടിയതിന്റെ പ്രതിഷേധമായിട്ടാണ് ഞങ്ങളിപ്പോൾ കൈയും കാലും പൂട്ടിയിട്ടിരിക്കുന്നത്. തലയിൽ പോലീസ് തൊപ്പി കൊതിച്ചത് ഇപ്പോൾ ഞങ്ങൾക്ക് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പ്ലാവിലെ തൊപ്പിയിൽ ഇങ്ങനത്തെ ഒരു അവസരം ഞങ്ങൾക്ക് വന്നത്. നിരാഹാര സമരം 6 ദിവസം പിന്നിടുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് യാതൊരു പരിഗണനയും ലഭിച്ചിട്ടില്ല. തങ്ങളുടെ സ്വപ്നങ്ങളെ തെരുവിൽ നിർത്തിയ സർക്കാരിനോട് ഉദ്യോഗാർത്ഥികൾക്ക് കണ്ണു നിറഞ്ഞുള്ള ചോദ്യങ്ങളാണ്. ഞങ്ങൾക്ക് ചെയ്യാനത്ര ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി സർക്കാരിന്റെ കണ്ണു തുറക്കാൻ ഇത് മാത്രമേ ഞങ്ങളുടെ മുന്നിൽ മാർഗമുള്ളൂ. മുന്നോട്ട് നിരാഹാര സമരത്തിൽ 2 വ്യക്തികളുണ്ട്. അതുകൂടാതെ ഇങ്ങനെ ഓരോ സമരങ്ങളിലോട്ട് മുന്നോട്ട് പോകാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇനിയും കണ്ണു തുറക്കില്ലെങ്കിൽ ഇതിനേക്കാൾ കഠിനമായ കാര്യങ്ങളെ ഞങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ഏപ്രിൽ 19-ന് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഉദ്യോഗാർത്ഥികൾ. അതിനു മുൻപ് സർക്കാർ ഇടപെടുമെന്ന് ഉറച്ച പ്രതീക്ഷയിലാണ് പ്രതിഷേധക്കാർ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.